വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അദ്ദേഹത്തോട് കർശനമായിട്ടുള്ള ഭാഷയിൽ പറയുകയുണ്ടായി. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു പരാതി ലഭിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം, കോഴിക്കോട് സിറ്റിയിൽ തന്നെയുള്ള ആശുപത്രിയാണ് ബേബി മെമ്മോറിയൽ ആശുപത്രി. അപ്പൊ സിറ്റിയിൽ തന്നെയുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡോക്ടറുടെ മൊഴി കൂടെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടുള്ള പെൺകുട്ടിയോട് ഭർത്താവുമായിട്ട് ഒത്തുപോകണം, രമ്യതയിൽ പോകണം എന്ന് പറയുന്ന ഒരു സ്ഥിതി അവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശാരീരികമായിട്ടുള്ള പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ട് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും നമ്മുടെ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ, ഏറ്റവും കൃത്യമായിട്ടുള്ള രൂപത്തിൽ ഇത്തരം ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുകയും കുറ്റക്കാരെ കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാനുമൊക്കെ ജാഗ്രത കാട്ടുന്ന പോലീസ് സേനക്ക് അപമാനം വരുത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അവരെ അദ്ദേഹത്തെ അന്വേഷണ സംവിധാനത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. നല്ല രൂപത്തിലുള്ള നടപടിയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസ് നല്ല നിലക്കുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിലാണ് ഒരു പെൺകുട്ടിക്ക് ഇത്രയും തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഭർതൃഗൃഹത്തിൽ നിന്ന് പീഡനം ഏൽക്കുന്ന സമയത്ത് അത് സർവം സഹകളായിട്ട് സ്ത്രീകൾ നിന്ന് സഹിച്ചുകൊള്ളണം എന്നുള്ള ഈ സമൂഹത്തിന്റെ മനോഭാവം തന്നെയാണ് മാറേണ്ടതായിട്ടുള്ളത്. കേരളത്തിലെ പോലീസ് സേനക്ക് ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ ട്രെയിനിങ് അനിവാര്യമാണ് എന്ന് വനിതാ കമ്മീഷൻ നേരത്തെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കേരളത്തിലെ 3 മേഖലകളിലായിട്ട് പോലീസിലെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കുൾപ്പെടെ SHOമാർക്കുൾപ്പെടെ ജെൻഡർ സെൻസിറ്റൈസേഷൻ ക്ലാസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കോഴിക്കോടും തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തുമായിട്ട് 3 മേഖലാ തലത്തിൽ ഏതാണ്ട് 600ഓളം ഓഫീസർമാർക്ക് ആ തരത്തിലുള്ള ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ അവയർനെസ് പ്രോഗ്രാം വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും കേരളത്തിലെ പോലീസ് സേനക്കകത്ത് നല്ല രൂപത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാവണം. നിയമ നടപടികൾ എങ്ങനെയായിരിക്കണം, കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പരാതികൾ സ്വീകരിക്കാനും പരാതികൾ കൈകാര്യം ചെയ്യാനും അന്വേഷണം നടത്താനും എങ്ങനെയാണ് പോലീസ് കേസിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ചയുണ്ടായി.